അങ്കിൾ ഓർക്കണം. എന്നെങ്കിലും ഒരിക്കൽ അങ്കിളുടെ ഒരു തന്ത്രം പാളും, അടി പാഴാകും. അന്ന് ഗൗതം എന്ന പാമ്പ് അങ്കിളിനെ തിരിഞ്ഞു കുത്തും. അങ്കിളിനെ ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും പറയ, ഇത് പോരങ്കിളെ. ഒരിക്കലും ഗൗതം തല ഉയർത്താത്ത വിധം അവസാനിപ്പിക്കണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്തു വഴി? ഗൗതമിന്റെ ശക്തി എന്ന് പറയുന്നതേ നിധിയ. നിധി കൂടെയുള്ളതാ അവന്റെ കരുത്ത്. വീഴ്ചയിൽ നിന്നും ഗൗതം തല ഉയർത്താതിരിക്കണമെങ്കിൽ നിധി കൂടെ ഉണ്ടാവരുത്. പറ്റൂ അങ്കിളിന്? എന്നേക്കുമായിട്ട് നിധി അവനിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റുമോ? അതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതെന്നെ കൊണ്ട് മാത്രമല്ല, നിന്നെ കൊണ്ടും അതിനാവില്ല ശിവാനി. പക്ഷേ അതിനാവുന്ന ഒരാളുണ്ട്. ആ ആളെ കൃത്യമായി നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നിധി എന്നേക്കുമായി ഗൗതമിൽ നിന്ന് വിട്ടുപോകും. അതാര്? വസുന്ധര. വസുന്ധരയെ നമ്മൾ തന്ത്രത്തിൽ കൃത്യമായി യൂസ് ചെയ്താൽ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിധി ഔട്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിൽ കളിക്കേണ്ടവൾ നീയാ. ഞാനോ? എങ്ങനെ? എന്തു പറയുന്നു? ഇത് വർക്കൗട്ട് ആവില്ലേ? ആവും. 100% ഇത് വർക്കാവും അങ്കിൾ. നോക്കിക്കോ, അക്ഷരം തെറ്റാതെ ഞാൻ വസുന്ധര ആന്റിയുടെ കാതില് ഇത് ഓതിക്കൊടുക്കും. എങ്കി വാ, ഇനി സമയം കളയണ്ട. മോളെ ഞാൻ അടുത്ത ജംഗ്ഷനിൽ ഇറക്കി തരാം. നേരെ ഈശ്വരമംഗലത്തേക്ക് വിട്ടു.